ശാന്തി. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ടല്ലോ. ഒരാളുടെ മനസ്സിൻ്റെ ഭാവങ്ങളെ വ്യക്തമായി പ്രകടമാക്കുന്ന ഒന്നാണ് അയാളുടെ മുഖം. മുഖത്ത് നല്ല ഒരു പുഞ്ചിരി നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ കണ്ട മാത്രമേ തന്നെ ആർക്കും നിങ്ങളോട് താല്പര്യം തോന്നിപ്പോവും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലുക എന്ന് വിചാരിക്കുക. അവിടെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരു കാര്യം അവിടെ ആരോടെങ്കിലും ഒരാളോടൊന്ന് ചോദിച്ചറിയാൻ നമുക്കുണ്ട്. നമ്മൾ നോക്കും, ഒന്ന് ചിരിച്ച മുഖമുള്ള ആരെങ്കിലും ഉണ്ടോ? അവരോട് പോയി ചോദിക്കാം, സമാധാനം തോന്നുന്നുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പം നമുക്ക് ചിരിച്ച മുഖമുള്ള ഒരാളെ കാണുമ്പോൾ അവരോട് സംസാരിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാണുമ്പോൾ ഒരാൾക്ക് ഇവരോട് സംസാരിക്കാൻ കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ മുഖത്തും എന്ത് വേണം? ഒരു പുഞ്ചിരി അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്തൊക്കെ തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ മറന്നുകൊണ്ട് ചിരിക്കാൻ പഠിക്കണം. അത് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ മറ്റൊരു കാര്യം. ഈ പല്ല് പുറത്ത് കാണിക്കുക എന്നുള്ളത് ചിരിയാവാറില്ല. മുഖത്ത് ഒരു കർവ് ഉണ്ടാക്കിയത് കൊണ്ട് അത് നമുക്ക് ചിരി എന്ന് പറയാൻ പറ്റില്ല. എന്താണ് വാസ്തവത്തിലുള്ള ചിരി? യഥാർത്ഥമായ ചിരി എന്താണെന്നറിയോ? മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സങ്കല്പങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, നല്ല ഫീലിങ്സ് ഉണ്ടാവുന്ന സമയത്ത്, നല്ല അനുഭൂതികൾ ഉണ്ടാവുന്ന സമയത്ത് അറിയാതെ മുഖത്ത് പരക്കുന്ന പ്രകാശമാണ് അത് പുഞ്ചിരിയായിട്ട് പ്രകടാവുന്നത്. അതേസമയം അങ്ങനൊരു പ്രകാശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന സാഹചര്യങ്ങളാണോ ഉണ്ടാവാറ്? അല്ല. പലപ്പോഴും നേരെ വിരുദ്ധമായ സാഹചര്യങ്ങളും ഉണ്ടാവും. എന്ന് കരുതി സാഹചര്യം നന്നായാൽ നിങ്ങൾ പുഞ്ചിരിച്ച വ്യക്തി, സാഹചര്യം മോശമായ ദേഷ്യപ്പെട്ട വ്യക്തി, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആർബിട്രറി നേച്ചർ. എല്ലായ്പ്പോഴും ചേഞ്ചിങ് ഫ്ലക്സിങ് ക്യാരക്ടറാണ് അവരുടെ മൂഡേ ഓരോ സമയത്ത് ഓരോ വിധാവും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്കില്ല എന്ന ആൾക്കാർ പറയുക. അതുകൊണ്ട് കാര്യങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ മൂഡിനെ എപ്പോഴും പ്ലസൻ്റാക്കി വെക്കാൻ, മൂഡ് എന്ന് വെച്ചാൽ എന്താണ്? എ പാറ്റേൺ ഓഫ് തോട്ടാണ് നമ്മൾ പറയുന്നത് മൂഡ് എന്ന് പറയുന്നത്. ഒരേ രീതിയിലുള്ള സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ മൂഡാവുന്നു. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തു വേണ്ടി വരും? ഒരു കാര്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, എന്ത് നടക്കുന്നു അതൊക്കെ നല്ലതാണ്. എന്ത് നടന്നാലും അതിൽ നിന്ന് ഒരു കാര്യവും നല്ലതില്ലെങ്കിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചേക്കാമെന്ന് പഠിപ്പിക്കെങ്കിലും ചെയ്യല്ലോ ആ കാര്യം നമ്മളെ. അതുകൊണ്ട് എന്ത് നടക്കുന്നോ അതൊക്കെ നല്ലത് എന്നങ്ങ് ഉറപ്പിച്ചേക്കുക. ഇനി എന്ത് നടന്നാലും അതിൽ നിന്ന് നല്ലതിലേക്ക് മാറ്റാൻ ഒരു മനുഷ്യന് സാധിക്കുന്നതേ ഉള്ളൂ. തോറ്റാൽ പോലും കുഴപ്പമൊന്നുമില്ല. തോറ്റത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ പഠിക്കാനുള്ളൊരു മനോഭാവം വരുമല്ലോ. ഒരു കാര്യത്തിൽ തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്തെന്ന് മനസ്സിലാക്കി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ചാൻസ് നമുക്ക് കിട്ടുകയാണല്ലോ. അങ്ങനെ എന്ത് നോക്കിയാൽ അതിലൊക്കെ നമുക്കൊരു നല്ല ഭാഗം കണ്ടെത്താനാവും. അതുകൊണ്ട് നല്ലത് കാണുന്ന ഒരു കണ്ണ് നമുക്കുണ്ടെങ്കിൽ നല്ലത് ചിന്തിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും നല്ലതിനെ മനസ്സിൽ പേറി നടക്കാനും അഥവാ മനസ്സിൽ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ചെയ്യാറില്ലേ? ഒരു ഫയൽ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അതിലൊരു ഇൻറ്റു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ കമ്പ്യൂട്ടർ അങ്ങ് കളയും. അതേപോലെ ഈ കമ്പ്യൂട്ടറിനോട് പറയുക, ഒരു മോശമായ കാര്യം സംഭവിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല, നിങ്ങളെ വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ മോശമായ കാര്യം ഉണ്ടായാൽ ഓക്കെ, ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചു പോയി, എന്തായാലും എല്ലാം നല്ലതിനാവുമായിരിക്കും, തത്സമയം എനിക്കതിലൊരു നന്മയും കാണുന്നില്ല, എന്നിട്ടും ഞാൻ പറയുകയാണ് ഓക്കെ അതൊരു നല്ലതുണ്ടാവുമായിരിക്കാം. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു മെമ്മറി ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോവുമോ ഒറ്റയടിക്ക്? ഇല്ല. പലതവണ പറഞ്ഞേക്കുക, സാരമില്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവില്ലേ, അത് ഞാനങ്ങ് വിട്ടോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് എന്താ ഞാൻ ചിന്തിക്കേണ്ടേ അത് ചിന്തിക്കേ. ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും അത് ഓർമ്മ വരും. വിട്ടോ എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം തന്നെ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടേ, ഇനി എന്താ ഞാൻ ചിന്തിക്കേണ്ടേ എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് രീതിയിൽ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പോസിറ്റീവായ രീതിയിലൊരു കാര്യത്തിൻ്റെ മെമ്മറിനെ ഉടനെ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ക്ലോസ് ചെയ്യുക, ഈ ഫയലിനെ ക്ലിക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക. എന്നിട്ടും ഓപ്പൺ ആവുന്നില്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുക കമ്പ്യൂട്ടർ. അതേപോലെ പല പല നല്ല നല്ല ഓർമ്മകളെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട്, അഥവാ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മോശമായ പെരുമാറിയ ആളുമായിട്ടുള്ള നല്ല കുറേ ഏതെങ്കിലും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ആ ഓർമ്മകളൊക്കെ എടുത്ത് അയാൾ നല്ല ആളാണ് എന്ന് നമ്മളെ അങ്ങ് ബോധ്യപ്പെടുത്തുക. ഇങ്ങനെ ഒന്നുകിൽ അയാളുടെ നന്മേനെ ഓർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ഒരു അനുഭവത്തെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർത്തുകൊണ്ട്, ഇങ്ങനെ ഒരു സ്മൃതിനെ മറ്റൊരു സ്മൃതി കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാനാവും. അങ്ങനെ നമ്മുടെ ആ ഫയലിനെ ഡിലീറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് ഫയൽ ഓപ്പൺ ചെയ്താൽ
എപ്പോഴും നമ്മുടെ മൂഡ് നമുക്ക് പ്ലസൻ്റ് ആക്കി വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അർത്ഥം ഒരു പുഞ്ചിരി മുഖത്ത് വിടർന്ന വ്യക്തിത്വമായിരിക്കും. ചിരിച്ചുകൊണ്ട് പെരുമാറുന്നവരെ, ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെല്ലാവർക്കും ഇഷ്ടമാണ്, പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ അകത്ത് പുഞ്ചിരിയോടുകൂടി പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ കയറി ചെന്നാൽ നിങ്ങൾ ചെല്ലുന്നിടമൊക്കെ എല്ലാവർക്കും നിങ്ങളെ വേണം എന്ന് പറയുന്നതായിരിക്കും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.